എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തേങ്ങാ ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പല രീതിയിൽ തേങ്ങാ ചോറ് ഉണ്ടാക്കാം. ഇത് ഞാൻ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ പല അരി വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് തേങ്ങാ ചോറ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന അരി എന്ന് പറയുന്നത് ജീരകശാല അരിയാണ്. ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് 2 കപ്പാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് അരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. 250 മില്ലിയുടെ കപ്പാണ്, 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 3-4 വെള്ളത്തിൽ വെള്ളം ക്ലിയർ ആകുന്നവരെ കഴുകിയെടുക്കണം. വെള്ളം ക്ലിയർ ആയില്ലെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് സ്റ്റാർച്ച് ഉണ്ടാകും. അപ്പോൾ അരി ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിനി ഒരു 30 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ്. 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഫെണൽ സീഡ്സ് അഥവാ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി ചെറിയ ഉള്ളിയാണ്. ഇത് ഇഷ്ടം പോലെ കൂട്ടോ കുറയ്ക്കുക ചെയ്യാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് വെള്ളം തൊടാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരയുകയും ചെയ്യരുത്, ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് സവാള, ഒരു ചെറിയൊരു സവാളയുടെ പകുതി, പിന്നെ ഒരു കഷ്ണം പട്ട 2ആയിട്ട് മുറിച്ചത്, 3 ഏലക്ക, 2 ഗ്രാമ്പു, ഇത്രയും വേണം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുക ചെയ്യാവുന്നതാണ്. നമ്മളിത് കൂടാതെ ഇതിലേക്ക് കുറച്ച് സാജീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. സാജീരകം എന്നൊക്കെ പറയും. ഇത് സാധാരണ ജീരകമല്ല, ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന ഒരു ജീരകമാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആ സവാളയും ആ പച്ചമുളക് കീറിയും കൂടി ഒന്നിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സവാളയും പച്ചമുളകും ഒന്നും ഒരുപാട് മൂത്ത് വരണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. ഇതേ സമയം നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്ന അരി ഒരു സ്ട്രെയിനറിലേക്ക് നമ്മൾ അരിച്ച് എടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ അരി ഇതിൽ കിടന്ന് കുറച്ച് നേരം നമുക്കൊന്ന് വറുത്തെടുക്കാം. ആ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള വെള്ളമൊക്കെ പോയിട്ട് ഒന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുകയില്ല. നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി ആ ഒരു കൂട്ടത്തിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. 3.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ്. 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്നുള്ള അളവിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ അരിക്കൊരു 2 കപ്പ് തികച്ച് വേണ്ട. അതുകൊണ്ട് ഞാൻ 2 കപ്പ് അരിക്ക് 3.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പില ചേർക്കാവുന്നതാണ്. ഈ വെള്ളവും അരിയും കൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തീ അല്പം കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളവന്നു കഴിഞ്ഞാൽ ഒരു അടപ്പ് വെച്ചിട്ട് മൂടി കൊടുക്കാം. അതിനുശേഷം തീ വളരെ കുറച്ചിട്ട് വേണം ഇത് വെക്കാനായിട്ട്. തീ കൂടിപ്പോവാണെന്നുണ്ടെങ്കിൽ അടിഭാഗത്തൊട്ടി പിടിക്കും. അതുപോലെ തന്നെ അരി പെർഫെക്റ്റായിട്ട് വെന്തും കിട്ടില്ല. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് ചെറുതീയിലിരുന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അരി ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടി വെള്ളം ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ നമ്മളൊന്നുകൂടെ എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് 5 മിനിറ്റ് വീണ്ടും അടച്ചു വെക്കാം. ചെറുതീയിൽ വേണം അടച്ചു വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 15 മിനിറ്റ് ചെറുതീയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാച്ചോറിൻ്റെ കൂടെ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ പെപ്പർ ചിക്കൻ ഗ്രേവി വെച്ചിട്ടാണിത് സെർവ് ചെയ്തിട്ടുള്ളത്. പെപ്പർ ചിക്കൻ്റെ റെസിപ്പി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ ഈ തേങ്ങാച്ചോറൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്